ഏകദേശം ഒരു 1.5 മാസത്തെ പഴക്കമുണ്ട് ഈ വ്ളോഗിന്. എൻ്റെ മടി കാരണം ഞാൻ ഇടാനങ്ങ് വിട്ടുപോയി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പോകും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ എനിക്കുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞാനും വെച്ചും കൂടെ തൊട്ടടുത്തുള്ള കടയിൽ പോയി പേസ്റ്റ് ബ്രഷൊക്കെ വാങ്ങിച്ചു. ട്രെയിനിലാണെങ്കിലും പല്ലൊക്കെ തെക്കണ്ടേ. എൻ്റെ ഈ സോളോ ട്രിപ്പ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി അവിടെ ചെന്നിറങ്ങുന്ന വലിയ സോളോ ട്രിപ്പ് ആയിരിക്കും. അത് കഴിഞ്ഞ് അച്ഛൻ കാണും കൂടെ. ഞാൻ ഇവിടുന്ന് ആന്ധ്രയിൽ ബാപ്പട്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അച്ഛൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛനെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്തു. അവിടെ ഞാൻ ബസ് കയറി കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങി. എപ്പോഴത്തെ പോലെ ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ട്രെയിൻ എത്തി. ട്രെയിനിൽ കയറി. എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഫുള്ള് തെലുങ്കും തമ്മിൽ സംസാരിക്കുന്ന ആൾക്കാർ. ഒറ്റ മലയാളികൾ പോലും ഇല്ല. പിന്നെ എനിക്കിത് രണ്ടും അറിയാത്തതുകൊണ്ട് ഒരു പ്രശ്നമില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതുകൊണ്ട് തിന്നാനുള്ള സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പുറത്ത് ഭയങ്കരമാണ്. ഉച്ചയായപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊതിച്ചോറും കഴിച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ ഒരു ഡയറി മിൽക്കും കഴിച്ച് ഞാൻ കുറച്ചങ്ങ് കിടന്ന് മയങ്ങി. ഓർക്കൊക്കെ എണ്ണീറ്റപ്പത്തിന് ഒരു 5-5:30 ഒക്കെ ആയി. അപ്പോഴത്തേനും താഴത്തെ പുറത്ത് ഒരാൾ വന്നു. അവരെന്നോട് അപ്പുറത്ത് പോയിരിക്കാൻ പറഞ്ഞു. അവരുടെ കൊടുത്ത് പിള്ളേരുണ്ട് അപ്പുറത്ത് പോയിരിക്കാൻ. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുന്നു വെച്ചാൽ ഞാനൊന്നും പറഞ്ഞില്ല. അപ്പുറത്ത് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞ് എൻ്റെ അപ്പർ ബർത്ത് ആയിരുന്നു. ഞാൻ അവിടെ കയറി കിടന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. രാത്രി ഞാൻ കഴിക്കാനുള്ള ഫുഡ് എടുക്കാത്തതുകൊണ്ട് ഡൊമിനോസ് ഓർഡർ ചെയ്തു. അങ്ങനെ ഞാൻ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. നാളെ ഒരു 4:30-5 മണിക്കുള്ളിൽ നമ്മൾ ബാപ്പട്ലയിൽ എത്തും. അപ്പോൾ ബാക്കി പറഞ്ഞ നാളെ ബൈ.